നമസ്കാരം. പശ്ചിമേഷ്യയുടെ ചരിത്രത്തെയും ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തെയും മാറ്റിമറിക്കാൻ പോന്ന ഒരു വൻ യുഗസന്ധിക്കാണ് ഇന്ന് ഇറാൻ തലസ്ഥാനമായ തെഹ്റാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദശാബ്ദങ്ങളായി ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പരമാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗവും അതിനെ തുടർന്ന് തെരുവുകളിൽ ഇരമ്പിയാർക്കുന്ന ജനസാഗരവും കേവലം ഒരു രാജ്യത്തിന്റെ വിലാപയാത്ര മാത്രമല്ല, മറിച്ച് ലോകശക്തികൾക്കെതിരെയുള്ള ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിന്റെ വിളംബരമാണ് അപ്പോൾ നടക്കുന്നത്. ഇസ്രായേൽ സഖ്യവുമായി ആരംഭിച്ച ദാരുണമായ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നുണ്ടായ വ്യോമാക്രമണത്തിലാണ് 80-കാരനായ ഖമേനി കൊല്ലപ്പെട്ടത്. ആ കറുത്ത ദിവസത്തിന് ശേഷം മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും കാലം കനത്ത യുദ്ധമുഖത്ത് തന്നെയായിരുന്നു ഇറാൻ. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി തിരഞ്ഞെടുത്തത് ജൂലൈ 4 എന്ന തീയതിയാണ് എന്നത് ലോകത്തിന് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം വളരെ വലുതാണ്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിനമായ ഇതേ ദിവസം തന്നെ തങ്ങളുടെ പരമാധികാരിയുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചതിലൂടെ സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരത്തിന് മുന്നിൽ തങ്ങൾ അണുകിട തലകുനിക്കില്ല എന്ന് ഇറാൻ ലോകത്തോട് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെഹ്റാനിലെ തെരുവുകൾ ഇന്ന് കറുത്ത വസ്ത്രമണിഞ്ഞ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിലായി തെഹ്റാനിൽ മാത്രം 2 കോടിയോളം ജനങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമേനിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഗ്രാൻഡ് മൊസല്ല ലക്ഷ്യമാക്കി ഒഴുകുന്ന ഈ ജനക്കൂട്ടം വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വാഷിംഗ്ടണിന്റെയും തെല്ലവീവിന്റെയും ഉറക്കം കെടുത്താൻ പോകുന്നത് തന്നെയാണ്. അമേരിക്കയ്ക്ക് സർവനാശം, ഇസ്രായേലിന് സർവനാശം എന്ന മുദ്രാവാക്യങ്ങൾ തെഹ്റാനിലെ ആകാശത്ത് മുഴങ്ങുമ്പോൾ അത് വെറും ഒരു വൈകാരിക പ്രകടനം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന കനത്ത തിരിച്ചടിയുടെ മുന്നറിയിപ്പാണത്. 1989-ൽ ഇറാന്റെ പ്രഥമ പരമാധികാരി ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ജനമുന്നേറ്റമാണിത്. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിന്നും അയൽരാജ്യമായിട്ടുള്ള ഇറാഖിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് തെഹ്റാനിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഖമേനിയുടെ ഭൗതിക ശരീരം ഇറാഖിലെയും ഇറാനിലെയും വിവിധ പുണ്യ നഗരങ്ങളിൽ പൊതുദർശനത്തിന് വെക്കുമ്പോൾ അത് ഈ 2 രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിലുള്ള പ്രതിരോധത്തിന്റെ കൂട്ടായ്മയെ കൂടുതൽ ശക്തമാക്കുക കൂടിയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ജനരോഷത്തെയും പ്രതിരോധത്തെയും വളരെ നിസ്സാരവൽക്കരിക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴും ശ്രമിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗത്ത് ഡക്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇറാന് നേരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. തങ്ങൾ ഇറാനെ തകർത്തു തരിപ്പണമാക്കിയെന്നും അവർ ഇപ്പോൾ സമാധാന ചർച്ചകൾക്കായി അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നും സംസ്കാര ചടങ്ങുകൾക്കായി അവർക്ക് ഒരാഴ്ചത്തെ സമയം നൽകിയിരിക്കുകയാണെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തിന്റെ പരമ്പരാഗതമായ അഹങ്കാരവും യഥാർത്ഥ ബോധവും ഇല്ലായ്മയുമാണ് ട്രംപിന്റെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഈ ഭരണാധികാരിയെ വധിക്കുന്നതിലൂടെയോ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിലൂടെയോ ഇറാന്റെ പ്രതിരോധ വീര്യത്തെ തകർക്കാമെന്ന് കരുതുന്നതാണ് അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പശ്ചിമേഷ്യയിൽ ഒരു ഭരണമാറ്റം ലക്ഷ്യമിട്ടാണ് യുഎസും ഇസ്രായേലും ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിനായി ഇറാനിൽ ആഭ്യന്തര കലഹങ്ങളും ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളും സൃഷ്ടിക്കാൻ അവർ വർഷങ്ങളായി കോടിക്കണക്കിന് ഡോളറാണ് ഒഴുക്കിയിരിക്കുന്നത്. എന്നാൽ നേതാക്കളുടെ ചോര വീഴുമ്പോൾ ഭിന്നതകൾ മറന്ന് കൂടുതൽ ഐക്യപ്പെടുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ പ്രതിരോധമാണ് ഇറാന്റേത്. ഈ യുദ്ധവും പ്രിയപ്പെട്ട നേതാവിന്റെ കൊലപാതകവും ഇറാൻ ജനതയെ കൂടുതൽ ഒറ്റക്കെട്ടാക്കുകയാണ് ചെയ്തത് എന്നത് ഇന്നത്തെ തെരുവുകൾ തെളിയിക്കുകയും ചെയ്യുന്നു. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലവും അമേരിക്ക ഇറാൻ ശത്രുതയുടെ ചരിത്രവും പരിശോധിക്കുമ്പോൾ ഇത് കേവലം കുറച്ച് മാസങ്ങൾ കൊണ്ട് ഉണ്ടായതല്ല എന്ന് മനസ്സിലാക്കാം. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അമേരിക്കൻ അനുകൂലിയായ ഷാ ഭരണകൂടത്തെ പുറത്താക്കിയത് മുതൽ ഇറാൻ പാശ്ചാത്യ ശക്തികളുടെ കണ്ണിലെ കരടാണ്. മിഡിൽ ഈസ്റ്റിലെ എണ്ണ സമ്പത്ത് മേലുള്ള അമേരിക്കയുടെ ആധിപത്യത്തെയും ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങളെയും നിരന്തരം ചോദ്യം ചെയ്ത ഒരേയൊരു ശക്തി ഇറാനായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക ഇറാന് മേൽ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ ഉപരോധങ്ങളെ അതിജീവിച്ച് ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും സൈനിക ശേഷിയും വർദ്ധിപ്പിച്ചു. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ നിർമ്മാണത്തിലും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഈ ശത്രുതയാണ് ഇപ്പോൾ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ലെ ആക്രമണത്തിന് ശേഷം മധ്യപൂർവേഷ്യൻ മേഖലയിൽ ആകെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ഇപ്പോൾ ഒരു വശത്ത് മാത്രം യുദ്ധം ചെയ്താൽ പോരാ, മറിച്ച് ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ പ്രതിരോധ ഗ്രൂപ്പുകൾ എന്നിവരിൽ നിന്നെല്ലാം ഒരേ സമയം ആക്രമണം നേരിടേണ്ടി വരുന്നു. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധ സഖ്യം ഇസ്രായേൽ സഖ്യത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കാണ് ഈ യുദ്ധത്തിൽ ഇറാന്റെ കൈകളിലുള്ള ഏറ്റവും വലിയ ആയുധം. ആഗോളതലത്തിൽ കടൽമാർഗം കടന്നുപോകുന്ന ക്രൂഡ് ഓയിലിന്റെയും 1/5 കടന്നുപോകുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഈ കടലിടുക്കിലെ തങ്ങളുടെ പരമാധികാരം ഉപയോഗിച്ച് യുഎസുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തുന്ന ഇറാന്
നിലവിലെ ജനപങ്കാളിത്തം രാഷ്ട്രീയപരമായി വലിയ കരുത്തു പകരുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക തന്നെ ആയിരിക്കും ചെയ്യുക. ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള വിപണി സ്തംഭിക്കുകയും ചെയ്യും. ഈ സാമ്പത്തിക ആയുധം കൈവശമുള്ളതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാനെ അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയാത്തത്. സംസ്കാര ചടങ്ങുകളിലെ ഈ വൻ ജനപങ്കാളിത്തം ഇറാൻ ഭരണകൂടത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല എന്നും ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം ഉണ്ട് എന്നും ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഇറാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. അലി ഖമേനിയുടെ മരണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനി പുതിയ പരമാധികാരിയായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മൊജ്തബ ഖമേനിയെയും വധിക്കുമെന്ന ഇസ്രായേലിന്റെ ആവർത്തിച്ചിട്ടുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് എന്നതിനാൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങുകളുടെ ഭാഗമായി തലസ്ഥാനത്തെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും വ്യോമപാത ഉൾപ്പെടെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പുതിയ പരമാധികാരി പങ്കെടുക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. മൊജ്തബ ഖമേനി പൊതുവേദിയിലെത്തിയാൽ അത് ഇറാന്റെ സൈനികവും രാഷ്ട്രീയപരവുമായ ദൃഢനിശ്ചയത്തിന്റെ മറ്റൊരു തെളിവ് തന്നെയായി മാറുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. മധ്യപൂർവേഷ്യയിൽ അമേരിക്ക നടത്തുന്ന എല്ലാ അധിനിവേശ ശ്രമങ്ങളും ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ചരിത്രം കാണിച്ചു തന്നിട്ടുള്ളത്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും സംഭവിച്ചത് ഇറാന്റെ കാര്യത്തിലും ആവർത്തിക്കാനാണ് സാധ്യത. വിലാപത്തിന്റെ ഈ 6 ദിവസങ്ങൾ കഴിയുന്നതോടെ ഇറാന്റെ ഭാഗത്തുനിന്ന് കനത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. തങ്ങളുടെ പരമാധികാരിയുടെ രക്തത്തിന് പകരം ചോദിക്കാൻ ഇറാൻ സൈന്യവും ജനങ്ങളും ഒരുപോലെ തയ്യാറെടുക്കുകയാണ്. അമേരിക്ക വിചാരിക്കുന്നത് പോലെ ഇറാൻ തകർന്നു പോയിട്ടൊന്നുമില്ല. മറിച്ച് അവർ തങ്ങളുടെ അടുത്ത തന്ത്രപരമായ നീക്കങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. സൈനികമായ പ്രത്യാക്രമണങ്ങൾക്കൊപ്പം ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് പാശ്ചാത്യ ശക്തികൾക്ക് സാമ്പത്തികമായി വലിയൊരു പണി കൊടുക്കാൻ ഇറാന് സാധിക്കും. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന തിരക്കിൽ പശ്ചിമേഷ്യയിൽ തങ്ങൾ കൊളുത്തിവിട്ട യുദ്ധത്തിൽ സ്വന്തം സാമ്രാജ്യം തന്നെ കത്തിയമരാൻ പോകുന്ന യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിയുന്നില്ല. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒരു ജനതയെ കീഴടക്കാമെന്ന പാശ്ചാത്യ ശക്തികളുടെ അഹങ്കാരത്തിന് തങ്ങളുടെ പരമാധികാരിയുടെ രക്തസാക്ഷിത്വത്തെ പ്രതിരോധത്തിന്റെ ഊർജമാക്കി മാറ്റിക്കൊണ്ടായിരിക്കും ഇറാൻ മറുപടി നൽകുക എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.